ഗുണ്ടയുടെ വിരുന്നിൽ അതിഥിയായി ഡിവൈഎസ്പി സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജി സാബുവും സംഘവുമാണ് വിരുന്നിൽ പങ്കെടുത്തത്. തമ്മനം ഫൈസൽ എന്ന ഗുണ്ടാ നേതാവാണ് അങ്കമാലിയിലെ വീട്ടിൽ പോലീസുകാരെ സൽക്കരിച്ചത്. അങ്കമാലി SI റെയ്ഡിനെത്തിയപ്പോൾ ഡിവൈഎസ്പി ശുചിമുറിയിൽ ഒളിച്ചു. 3 പോലീസുകാർ വിരുന്നിൽ പങ്കെടുത്തെന്ന് റൂറൽ SP വൈഭവ് സക്സേന പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം ഏകദേശം 6 മണിക്ക് നമ്മുടെ ഓപ്പറേഷൻ ആഗിൻ്റെ ഭാഗമായിട്ട് ഒരു ആൻറ്റി സോഷ്യൽ ഒരു റൗഡി ഹിസ്റ്ററി ഷീറ്ററിൻ്റെ വീട് അങ്കമാലി പോലീസ് റെയ്ഡ് ചെയ്തിരുന്നു. സോ ആ സമയത്ത് ഈ RHSലെ കൂടെ ഏകദേശം ടോട്ടൽ 4-5 പേരുണ്ടായിരുന്നു. സോ അതിൽ 2 പേർക്ക് നമ്മൾ പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നു. പിന്നെ ബാക്കി 3 പേരിനെ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി അത് പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. സോ അതുമായി ബന്ധപ്പെട്ട ഓൾറെഡി ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് രാവിലെ തന്നെ നമ്മൾ ഓൾറെഡി DIG സാർക്ക് അയച്ചിട്ടുണ്ട്. അത് പേര് പറയാൻ പറ്റിയിട്ടില്ല, കാരണം അത് ഒരു ഒഫീഷ്യലി നമ്മൾ ഓൾറെഡി റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. സോ 3 കോൺസ്റ്റബിൾ ആണ്, പിന്നെ ഒരു DYSP ലെവൽ ഓഫീസറാണ്. സംഭവത്തിൽ 2 പോലീസുകാർക്കെതിരെ നടപടിയെടുത്തു. ഡിവൈഎസ്പി സാബു നേരത്തെ വകുപ്പുതല നടപടി നേരിട്ട ആളാണ്. വിരമിക്കാൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് ഡിവൈഎസ്പി ഗുണ്ടാ സൽക്കാരത്തിന് പോയത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിനീത VG ആണ് ചേരുന്നത്. വിനീത, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ടല്ലോ. തീർച്ചയായും ക്രിസ്റ്റീന, ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ റൂറൽ SP വിവേക് സക്സേന അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാന പോലീസ് മേധാവിക്കാണ് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട് 6 മണിക്കാണ് ഈ ഗുണ്ടാ വിരുന്ന് നടക്കുന്നത്. തമ്മനം ഫൈസലിന്റെ വീട്ടിൽ, അങ്കമാലി പുളിയനത്തെ വീട്ടിൽ വെച്ചാണ് ഈ വിരുന്ന് നടക്കുന്നത്. ഒപ്പം തന്നെ ഈ വിരുന്നിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് DYSP മറ്റ് 2 പോലീസ് ഉദ്യോഗസ്ഥരും ആ വീട്ടിലേക്ക് എത്തിയിരുന്നത്. ഇതിനെ തുടർന്ന് ഈ ഗുണ്ടാ സംഘങ്ങളെയൊക്കെ പിടികൂടുന്നതിന്റെ മറ്റും ഭാഗമായി നേരത്തെ തന്നെ പല ആളുകളും പോലീസിന്റെ നിരീക്ഷണത്തിലും മറ്റുമായിരുന്നു. ഇവിടെ ഇവരുടെ വീട്ടിൽ, ഈ ഫൈസലിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു വിരുന്ന് നടക്കുന്നുവെന്നറിഞ്ഞ ഈ അങ്കമാലി SIയും സംഘവും ആ വീട്ടിലേക്ക് എത്തി. അതിൽ നിന്ന് 5 പേർ ആ വീട്ടിലുണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ റൂറൽ SP പറഞ്ഞിരിക്കുന്നത്. അതിൽ 2 പേർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ബാക്കിയുള്ളവർ പോലീസുകാരാണെന്ന് മനസ്സിലായി. അവരെ നേരിട്ട് ഹാജരാകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരിൽ നിന്നുള്ള വിശദമായിട്ടുള്ള മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൊഴിയിലാണ് DYSPയും ഈ വിരുന്നിൽ പങ്കെടുത്തിരുന്നു എന്നുള്ള വിശദാംശം പോലീസിന് ലഭ്യമാവുന്നത്. ഒപ്പം തന്നെ SIയെ കണ്ടതിനെ തുടർന്ന് ഈ DYSP ആ വീട്ടിലെ ശുചിമുറിയിലേക്ക് ഒളിക്കുകയായിരുന്നു. അവിടെ വെച്ച് SIയും DYSPയും തമ്മിൽ ചില വാക്പോരുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിനൊടുവിലാണ് പിന്നീട് ഈ പോലീസ് ഈ 2 പേരെ ഇന്നലെ ഈ സ്റ്റേഷനിലേക്ക് വരണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നടപടിയൊക്കെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ റൂറൽ SP റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ ആഘ എന്ന് പറയുന്ന പദ്ധതി, അതായത് ഈ കൊച്ചിയിൽ ഉൾപ്പെടെ ഗുണ്ടാവിളയാട്ടം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ ഗുണ്ടകളെ കൈകാര്യം ചെയ്യുന്നതിനും അത്തരം സംഭവങ്ങൾ അത് തടയുന്നതിനും മറ്റുമായി, ഒപ്പം ക്രമസമാധാനം പുലർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള പോലീസ് അങ്ങനെ ആ നടപടിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ഓപ്പറേഷൻ, അതിനിടയിലാണ് ഇങ്ങനെ ഒരു ഗുണ്ടാ തലവന്റെ വീട്ടിൽ നിന്ന്, അതായത് തമ്മനം ഫൈസൽ ഇതിനോടകം തന്നെ നിരവധി കേസുകളിലെ അടക്കം പ്രതിയാണ്, ഇങ്ങനെയുള്ള ഒരു ആളുടെ വീട്ടിൽ നിന്ന് ഒരു DYSP ഒപ്പം തന്നെ ഈ 2 പോലീസ് ഉദ്യോഗസ്ഥരും ഒരു വിരുന്നിൽ പങ്കെടുക്കാൻ പോകുന്നു. അവിടെ നിന്ന് അവർ ആ വിരുന്ന് പങ്കെടുക്കുന്നു. പിന്നീട് ഈ ഗുണ്ടകളെ പിടികൂടുന്നതിനുള്ള ഓപ്പറേഷൻ ആഘയുടെ ഭാഗമായിട്ടുള്ള ആ പദ്ധതിയിൽ തന്നെ ഇവർ പിടിയിലാവുകയും ചെയ്തൊരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. എന്താണെങ്കിലും DYSPക്കും ഉൾപ്പെടെ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ക്രിസ്റ്റീന, ശരി. കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് വിനീത VG ആണ്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.